50,000 കോടി ആസ്തിയുള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായ സീജർ റോയ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ആയി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നം മൂലം. ഇതിനു മുന്നും കർണാടകയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോർച്ചറിങ് മൂലം ആത്മഹത്യ ചെയ്ത പല പ്രമുഖ വ്യക്തികളുണ്ട്. അതിൽ ചിലരാണ് VG സിദ്ധാർത്ഥ, മനോജ് പർമാർ എന്നിവർ. ഇവരുടെ മരണസമയത്ത് അന്നത്തെ ജനങ്ങൾ ഒരുപാട് അതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം തുടക്കം 2025 ഡിസംബർ, അതായത് 2 മാസം മുൻപ് കർണാടകയിലെ പൊളിറ്റീഷ്യൻസ് അവർ ചില റിയൽ എസ്റ്റേറ്റിലും ബിൽഡേഴ്സിലും അവരുടെ പണം വെളുപ്പിക്കുന്നതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലും റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സീസ് ചെയ്ത് കൊണ്ടുപോയി. അതിനെതിരെ സീജർ റോയ് സാർ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിധി 3 ദിവസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ മരിക്കുന്നതിന് 3 ദിവസം മുൻപാണ് വന്നത്. അന്ന് കർണാടക ഹൈക്കോർട്ട് ആ വിധി ഇങ്ങനെയാണ് പറഞ്ഞത്: ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം സീജർ റോയ് സാറിന് തിരിച്ചു കൊടുക്കണം എന്നായിരുന്നു വിധി. വന്ന ആ ദിവസം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡിനെത്തി. ഈ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇത്തവണ കർണാടകയിലെ ഓഫീസേഴ്സ് അല്ല, അതിന് പകരം കേരളത്തിലെ പ്രമുഖ ഓഫീസേഴ്സാണ് റെയ്ഡിനെത്തിയത്. കേരളത്തിലും കർണാടകയിലും ദുബായിലാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്. കടങ്ങളില്ലാതെ, ഡെപ്റ്റ് വാങ്ങിക്കാതെ, അഴിമതി ഇല്ലാതെ വളർത്തിയത് ബിസിനസ് സാമ്രാജ്യമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാത വളരെ ക്ലിയർ ആയിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഈ പ്രഷർ താങ്ങാൻ പറ്റിയില്ല. 3 ദിവസം നിർത്താതെയുള്ള ടോർച്ചറിങ്ങും ഭീഷണിയും പ്രഷറും അറസ്റ്റ് ചെയ്യുന്നുള്ള ഭീഷണിയും കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. അദ്ദേഹം കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ കോടതി നിയമങ്ങളാണ്. അല്ലാതെ കുറ്റവാളി എന്ന കണ്ണിലൂടെ നോക്കിക്കൊണ്ട് ടോർച്ചറിങ്ങും ഭീഷണിപ്പെടുത്തലും പ്രഷർ മൂലം അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു മനസ്സിൻ്റെ ഉടമയായ നല്ലൊരു മനുഷ്യനായ ഒരു വ്യക്തിയായിരുന്നു. ബിസിനസ് സാമ്രാജ്യം എങ്ങനെ പടുത്തുയർത്താമെന്ന് കാണിച്ചു തന്ന വ്യക്തിയായിരുന്നു. സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പ്രണാമം.